ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു കിടിലൻ നാടൻ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചോറിന് പിന്നെ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക. അപ്പോഴേ നമുക്കിതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഒന്ന് ഇട്ടിട്ട് പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഒരു 2 എണ്ണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പം ഞാനിന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അരമുറി കടച്ചക്ക, അതുപോലെ തന്നെ 2-3 കഷ്ണം മത്തനാണ്. മത്തൻ തികച്ചും ഓപ്ഷണലാണ്, എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. മത്തനും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിൽ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ്റെ റോ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കടച്ചക്കയുടെ ടേസ്റ്റും ഒക്കെ ഈ ഒരു എണ്ണയിലൊക്കെ മിക്സായി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ആ ചട്ടിയിലിട്ടിട്ട് ആ ചിക്കനും ഈ ചക്കയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് മസാലയുടെ അളവിലും വ്യത്യാസം വരുന്നതാണ്. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്. വളരെ കുറച്ച് മാത്രം ഗരം മസാല ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയുള്ള മസാലകളൊക്കെ കേട്ടോ. മസാലകളുടെ അളവിലൊക്കെ നിങ്ങൾ എത്രയാണോ ചിക്കനും അതുപോലെ തന്നെ ചക്കയൊക്കെ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ എല്ലാം എടുത്തിട്ടുണ്ട്. ഗരം മസാല മാത്രം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ഈ രീതിയിലൊന്ന് കടച്ചക്ക ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിക്കന് കുറേയൊന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങളത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നാടൻ കറികളൊക്കെ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാനിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിത്തലയും ചെറുതായിട്ട് കുത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ കറി തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് എരിവ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. ചിക്കനൊന്നും ഇല്ലാതെ നമ്മൾ കടച്ചക്ക വെറുതെ വറുത്തരച്ച് വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ബ്രൗൺ നിറമാവുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മാത്രം മതി. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറവായിട്ട് വരും കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/4 മുറി തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് അധികം കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക. ഈ ഒരു സമയത്ത് നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങയും നമുക്ക് നന്നായിട്ട് വറവായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ മാത്രമാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് വറവാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ വറുത്തെടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ എനിക്ക് ആ കറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കറിയിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ആ രീതിയിൽ തന്നെ ഒരു ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവറിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ
അടിപൊളി ഒരു കറി തന്നെയാണ് കേട്ടോ ഇത്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിത്തലയും കൂടെ ഒന്ന് ഞാനിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനമായിട്ട് കൊച്ചുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഉണക്കമുളകും കരിവേപ്പിലയും കൂടെ താളിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു നാടൻ അടിപൊളി ടേസ്റ്റിലൊരു വെറൈറ്റി കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. വാഷിംഗ് ലിക്വിഡൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് പുറത്തു നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാറായിരിക്കും. പെട്ടെന്ന് അത് കഴിയുകയും ചെയ്യും, നല്ല വിലയും ആയിരിക്കും. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്പറൊക്കെ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് തന്നെ നമുക്കിത് തെറ്റി പോകുന്നില്ല. നല്ല കറക്റ്റായിട്ട് 1, 2, 3, 4, 5 എന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത്രയും ഐറ്റംസാണ് ആ കിറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും ഐറ്റംസ് ഒരു കിറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1 ലിറ്ററിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 5 പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കിയ ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ പതയൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ വേറെ ഇതിലേക്ക് ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാഷിംഗ് ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലുള്ളൊരു സ്റ്റിക്ക് നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 5 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്പർ 1 എന്നുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് മുഴുവനായിട്ട് നമുക്ക് 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വലിയ വില കൊടുത്ത് ഇതൊന്നും നമ്മളിനി കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 5 ലിറ്ററൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ 2 എന്ന് എഴുതിയിട്ടില്ല, അതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ആ നമ്പർ വൈസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിയൊന്നും പോയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ലിക്വിഡ് കുറച്ചായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം നമുക്ക് ഈ രീതിയിലൊന്ന് ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള ലിക്വിഡും സോപ്പും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. പാത്രം കഴുകാനുള്ള ലിക്വിഡൊക്കെ ഞാൻ 5 പൈസ ചിലവില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വേറൊരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് 3 എന്നുള്ള നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കുറച്ചായിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ കുറച്ച് ഈ രീതിയിലൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കളറിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കൊടുത്തിട്ടുള്ള കളർ തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളറൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കിറ്റിലുള്ള കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല പതയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു പിങ്കിഷ് കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ലിക്വിഡും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ കിറ്റിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ഈ ഒരു സംഭവം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ വില കൊടുത്ത് ഇനി പുറത്ത് നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത്. ഇപ്പം ഞാൻ സെക്കൻഡ് ടൈം ചെയ്തപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സെറ്റ് ആയതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു വാഷിംഗ് ലിക്വിഡ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്.
നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി എന്നിവയെ തുരത്താനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒക്കെ പാറ്റയ്ക്കും പല്ലിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ടും പാറ്റ, പല്ലി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുടിക്കാൻ വേണ്ടിയിട്ട് വരും. ഇനി ഞാൻ ഇതിലേക്ക് 2 പാരസിറ്റമോൾ നന്നായിട്ട് പൊടിച്ച് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് ഓരോ പാത്രത്തിലായിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള കോട്ടണിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പാറ്റ, പല്ലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോട്ടിലിൻ്റെ മൂടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതുവഴി വരുന്ന പാറ്റ, പല്ലിയൊക്കെ അത് കുടിച്ച് ചത്തുപോകാൻ ഇടയാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.